ശ്രീ വിനോദ് പ്രഭാകരനാണ്. വിനോദിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഗ്രന്ഥകർ കർത്താവ് ശ്രീമതി അമ്മണിയമ്മ ടീച്ചറിൻ്റെ മകനാണ്. സ്വാഗതം ചെയ്യുന്നു. കവിത ചെയ്യുന്നു. ഇന്ത്യക്കൊക്കെ വെളിയിലാണെങ്കിലും ശരി, കവിതയെ സ്നേഹിക്കുകയും അത് അവിടെയൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കിളിപ്പാട്ട് എന്ന കവിതയാണ് ഞാനിവിടെ ശാരികേ ജന്മത്തിനത്ര ദൂരെ പ്രണയ ശാരീരമായി പറന്നു നീ. ശാരികേ ജന്മത്തിനത്ര ദൂരെ പ്രണയ ശാരീരമായി പറന്നു നീ. അറിവിൻ്റെ നിറമേഴിനപ്പുറത്തു നിന്നു നീ. എൻ ശിഥില നാടികളെ നറുമൊഴിച്ചുണ്ടാൽ കൊരുത്ത് ഞാൻ അതുവരെയും അറിയാത്ത രാഗം കുതിർത്ത്. ഈണനിറകൾ പദമാടുന്ന പൂന്തെന്നലിൻ താളമഴിയാതെ തീർത്തൊരാ സ്വരപഞ്ചരത്തിൻ ഇനിയൊഴിയാതെ ഞാനെന്ന ഗാനമേ വാഴ്വ്. ശാരികേ ജന്മത്തിനത്ര ദൂരെ പ്രണയ ശാരീരമായി പറന്നു നീ. അറിവിൻ്റെ നിറമേഴിനപ്പുറത്തു നിന്നു നീ. എൻ ശിഥില നാടികളെ നറുമൊഴിച്ചുണ്ടാൽ കൊരുത്ത് ഞാൻ അതുവരെയും അറിയാത്ത രാഗം കുതിർത്ത്. ഈണനിറകൾ പദമാടുന്ന പൂന്തെന്നലിൻ താളമഴിയാതെ തീർത്തൊരാ സ്വരപഞ്ചരത്തിൻ ഇനിയൊഴിയാതെ നീയെന്ന ഗാനമേ വാഴ്വ്. അധ്യക്ഷരത്തിൻ ത്രസരേണുവായി ബോധവാതായന പഴുത് നീ പാറി വന്നതും. അധ്യക്ഷരത്തിൻ ത്രസരേണുവായി ബോധവാതായന പഴുത് നീ പാറി വന്നതും. തങ്കവും തേനും വയമ്പും തുടം വച്ച നിൻ കവിത ഉള്ളിൻ്റെ ഉള്ളിൽ തുളിച്ചതും. ചിഞ്ചിലം ചിലുചിലം ചിറകുകൾ വിടർത്തിയൻ കൺചരാതിന്നു നീ കതിരുവെപ്പിച്ചതും. ചിഞ്ചിലം ചിലുചിലം ചിറകുകൾ വിടർത്തിയൻ കൺചരാതിന്നു നീ കതിരുവെപ്പിച്ചതും. മറവിയുടെ പിറവിയാമിവനിലെ കരിനിഴൽ കളരിയിൽ നിലത്തെഴുത്തെന്തോ കുറിച്ചതും. ഇരുളിൽ വെളിച്ചമലിയും പോലെ സ്വരത്തൂവൽ നേർത്തു നേർത്തകലമാഞ്ഞതും എനിക്കോർമ്മയുണ്ട്. ഇരുളിൽ വെളിച്ചമലിയും പോലെ സ്വരത്തൂവൽ നേർത്തു നേർത്തകലമാഞ്ഞതും എനിക്കോർമ്മയുണ്ട്. എങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞേയില്ല ഞാൻ. പച്ചക്കിളി പവിഴമൊഴി കൊണ്ടു നീ പിന്നെ ഉച്ചത്തിലരുളിയൊരുണർത്തുപാട്ടിൽ വരശയ്യ പൂക്കുന്ന ഭദ്രാക്ഷരങ്ങളിൽ പിരിയുന്ന പ്രകൃതിയുടെ കുസൃതിയെ കണ്ടു ഞാൻ. പച്ചക്കിളി പവിഴമൊഴി കൊണ്ടു നീ പിന്നെ ഉച്ചത്തിലരുളിയൊരുണർത്തുപാട്ടിൽ വരശയ്യ പൂക്കുന്ന ഭദ്രാക്ഷരങ്ങളിൽ പിരിയുന്ന പ്രകൃതിയുടെ കുസൃതിയെ കണ്ടു ഞാൻ. ധ്വനന നക്ഷത്ര പദവിന്യാസവും സൂര്യമനനത്തിലുണരുന്ന പത്മരാഗങ്ങളും ശ്വാരതാതിലകമിട്ടാകാശമൂഴിയുടെ മാറിൽ പടർത്തുന്ന ഋതുദാഹദീപ്തിയും. മലയാഴികൾ ഹരിതകലകൾ പുഷ്പശ്രീയിൽ മധുരമൂട്ടും കാമകലകൾ. സുഖത്തിന്റെ നിരവൽ പാടും കിളിച്ചബലതകൾ. അന്നയ്ക്കു നേടിയും നേടാതെയും പാഞ്ഞൊലിക്കുന്ന ചുടുതൃഷ്ണതൻ ശ്വാസകലകൾ. കിളിപ്പാട്ട് കടയുന്ന മാനസാവർത്തങ്ങൾ. ഉദയും ചളിക്കുണ്ടിലിടറുന്ന പടുഹൃദയതാളങ്ങൾ. അസുരസ്വരഗ്രാമ സംഗ്രാമഭേദങ്ങൾ. രാഗഗീതങ്ങൾ അനുരാഗഗമകങ്ങളും. പെരുകും പെരുന്തെരുവിൽ അറിവിൻ്റെ ഉത്സവത്തേരുരുൾ വലിച്ചും രസിച്ചും നടന്നു ഞാൻ.
അറിവുകൾ ഓർമ്മപ്പുറത്തെഴുന്നള്ളുന്നു, അറിവുകൾ ഓർമ്മപ്പുറത്തെഴുന്നള്ളുന്നു, അറിവഴാ സത്യമാത്മാവായിരിക്കുന്നു. ശ്രുതികെട്ട് നിഴൽ വീണ താളമായി ജീവിതച്യുതിയും ചുമന്ന് നിശിതങ്ങളിൽ നടന്ന്, ശ്രുതികെട്ട് നിഴൽ വീണ താളമായി ജീവിതച്യുതിയും ചുമന്ന് നിശിതങ്ങളിൽ നടന്ന്, ഞാനൊരു തുള്ളി രക്തമുറഞ്ഞു കറുത്തൊരു കലായി കുരുരിൽ തോറ്റമായി മാറവേ. ശ്രുതികെട്ട് നിഴൽ വീണ താളമായി ജീവിതച്യുതിയും ചുമന്ന് നിശിതങ്ങളിൽ നടന്ന്, ഞാനൊരു തുള്ളി രക്തമുറഞ്ഞു കറുത്തൊരു കലായി കുരുരിൽ തോറ്റമായി മാറവേ. പരിഭവക്കനൽ കൊണ്ടു കൊത്തിനി, പരിഭവക്കനൽ കൊണ്ടു കൊത്തിനി, മുറിവായി എരിനാവ് അഴൽപ്പാട്ടിനൊരിടം ഭരതവേ. വാഗ്ഭവസിരാകൂട ശാഹിതൻ തുഞ്ചത്ത് വാഗർത്തമായിരിപ്പതേ കണ്ടു ഞാൻ. വാഗ്ഭവസിരാകൂട ശാഹിതൻ തുഞ്ചത്ത് വാഗർത്തമായിരിപ്പതേ കണ്ടു ഞാൻ. എന്നഗ്നിസാഗര സ്വരപത്മമായി, എന്നഗ്നിസാഗര സ്വരപത്മമായി, പത്മലഗ്നയാം നാദശലാകയായി നിത്യയായി. മാനം കവരുന്നു മാറോടു ചേർക്കും കാലമന്നുണ്ടായിരുന്നു. നോക്കിയത് ഞാൻ. അതുകൊണ്ട് ഈ കഥകളെല്ലാം വളരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, കഥകളാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാപക വൃത്തിക്കിടയിൽ അനിഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്ന, അതിനെ ധീരതയോടുകൂടി നേരിട്ട അതാണ് ഈ അനുഭവക്കുറിപ്പുകൾ. ഈ അനുഭവക്കുറിപ്പുകൾ വായിക്കുമ്പോൾ അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് അതൊരു മാർഗദർശിയാകുന്ന പുസ്തകമാണ്. തൻ്റെ എഴുത്ത് കണ്ട് തിരിച്ചറിഞ്ഞ് തനിക്ക് തൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ, കഥകൾ പബ്ലിഷ് ചെയ്യാൻ മെനക്കെട്ട് നടന്ന ഒരാളുണ്ട്. അത് അമ്മണിയമ്മ ടീച്ചറിൻ്റെ മകളുടെ ഭർത്താവ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇങ്ങനെയുള്ള ഒരു കാലത്താണ് ഒരു മകളുടെ ഭർത്താവ് സ്വന്തം അമ്മാവി അമ്മയുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് പുസ്തകമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജേഷ് എന്നെ തേടി വരുന്നത്. തേടി വരുമ്പോൾ ഞാൻ അദ്ദേഹം വിളിക്കുന്നത്. ആ വിളിയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായ സമയങ്ങളിലെല്ലാം കയറി വന്ന സാഹചര്യം, അത് നമ്മളെ വലിയൊരു അനുഭവമാണ്. ഞാൻ ഒരാളിൽ നിന്നാണ്, സ്വന്തം അമ്മയുടെ അല്ല, അമ്മായി അമ്മയുടെ പുസ്തകമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സുള്ള ആളുകളാണ് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ഒക്കെ ആശിപ്പിക്കുന്നു. മുരുകൻ പാറശ്ശേരി എന്ന് പറയുന്ന അപ്പോൾ ഈ ധന്യമായ നിമിഷം രാജേഷിന്റെ ഒരു ആഗ്രഹമായിരുന്നു ചിഞ്ചറാണി മന്ത്രിയെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കണമെന്നുള്ളത്. അതിർവരമ്പുകൾക്കപ്പുറം എന്നുള്ളതാണ്. മറ്റൊന്ന് ഒരു പ്രഥമ അധ്യാപികയുടെ അനുഭവക്കുറിപ്പുകളെ കുറിച്ച്, അതും പ്രത്യേകിച്ച് നമുക്കറിയാം സ്കൂളിലെ പ്രഥമ അധ്യാപിക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്നൊരു അധ്യാപികയാണ്. ആ അധ്യാപിക അവിടെ അനുഭവപ്പെട്ട കാര്യങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട്, ഒരു അധ്യാപിക നമുക്കറിയാം നമ്മുടെ അധ്യാപകർ ഉൾപ്പെടെ നിയന്ത്രിക്കണം, നമ്മുടെ സ്കൂളിലെ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ നിയന്ത്രിക്കണം, അച്ചടക്കം ഉണ്ടാകപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആയപ്പോൾ നമ്മുടെ ഈ വായന ഞങ്ങൾ മാറ്റിവെക്കും. പിന്നെ ചെയ്യുന്നത് നമ്മൾ വാഹനത്തിലിരുന്ന് നമ്മൾ അത്യാവശ്യം വായിക്കും. ഇങ്ങനെ അല്ല എന്നുള്ളത് ഇടയ്ക്കും മുറയ്ക്കും കണ്ടപ്പോൾ മനസ്സിലായി. വായിച്ച ആൾ ഇത് പറഞ്ഞും തരത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ഒരു കുറിപ്പുണ്ട്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും. ഉച്ചയ്ക്ക് ആ അനുഭവങ്ങൾ തന്നെയാണ് HM എന്ന നിലയ്ക്ക്. ആ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, സ്കൂളിൽ എന്താണ് നടക്കുന്നതെന്ന്.
ഇപ്പോഴും ചില സ്കൂളിൽ ചെന്നാൽ നമുക്കറിയാം പ്രഥമ അധ്യാപികയും നമ്മുടെ അധ്യാപകരുമായിട്ട് യോജിച്ചു പോകാൻ ഒരു കാരണവശാലും പറ്റില്ല. എച്ച് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അധ്യാപകർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പുതിയ ആധുനിക യുഗമായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്കതറിയാം. കാരണം നമ്മൾ പഠിച്ച ആ പഠനമൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ബെഞ്ചിലിരിക്കും, തറയിൽ നമ്മൾ കൊണ്ടുവന്ന് പുസ്തകം വെച്ച് ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ്. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് എല്ലാ സൗകര്യത്തോടു കൂടിയും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ക്ലാസ് റൂമാക്കി ടൈൽ ഉൾപ്പെടെ പാകി അത്യാവശ്യം ഫാൻ സൗകര്യം ഉൾപ്പെടെ ഇട്ട് കമ്പ്യൂട്ടർ ഉൾപ്പെടെ നമ്മുടെ ഓരോ ക്ലാസ് റൂമിൽ HM ചാർജ് എടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു HM ആണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആരുടെയും ഒന്നും വകവയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായ നിലയിൽ, വളരെ കറക്റ്റായ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ പുസ്തകം നോക്കിയപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ടീച്ചറിൻ്റെ അധ്യാപക ജീവിതമൊക്കെ കഴിഞ്ഞപ്പോൾ ആ അനുഭവ കഥകൾ ഇതെല്ലാം എഴുതി. എനിക്കും ഇപ്പം തോന്നി പഴയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ജനിച്ചു വന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച ഒട്ടനവധി പ്രശ്നങ്ങൾ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് യഥാർത്ഥത്തിൽ ഒരു കഥ എഴുതിയാൽ ഒരുപാട് വായനക്കാരെ നമുക്ക് സൃഷ്ടിക്കുവാൻ അതുമൂലം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ സാമൂഹ്യം ഇന്ന് പബ്ലിഷ് ചെയ്യുവാൻ ഇടയായി. അതിന് എനിക്ക് തോന്നുന്നു ഒരു താങ്ങായി, ഒരു തണലായി നിന്നത് നമ്മുടെ സഖാവ് മധു അദ്ദേഹമാണ്. സ്നേഹിക്കുവാനും ഇത്തരത്തിൽ പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിക്കുവാനും ഒരു മന്ത്രിയെ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ വളരെ അഭിമാനം തോന്നി. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒന്നാണ് ഇതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുപാടെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ, കാരണം സ്വന്തം അമ്മയെ പോലും നോക്കുവാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ഇത്തരത്തിലൊരു മരുമകൻ ഒരു സ്വന്തം മകനായി നമ്മുടെ ടീച്ചറിനോടൊപ്പം നിൽക്കുകയും ആ ടീച്ചറിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുവാനും ഒക്കെ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്ന രാജേഷ് 3-4 വട്ടം വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോഴേ ഞാൻ സമയം കൊടുക്കുക. അതൊക്കെ എൻ്റെ തന്നെ അധ്യാപികമാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഇങ്ങനെ ആയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അധ്യാപകർക്കും ഒരുപാട് കുട്ടികളാണ്. ഞങ്ങളെല്ലാം എപ്പോഴും ഓർക്കും, ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അധ്യാപകരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ നിന്നാൽ നല്ലതുപോലെ ജയിച്ചൊക്കെ പോകും. അപ്പോൾ ആ നിലയിൽ വലിയൊരു സുഹൃത്ത് ബന്ധം നമ്മുടെ അധ്യാപകർക്കുണ്ട്. ഇതിലും എനിക്ക് തോന്നുന്നു ആയതുകൊണ്ടാണ് ടീച്ചറിന് അല്ല ശരി. അപ്പോൾ ആ ഒരു പേര് ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പോൾ അതേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. തെറ്റ് കണ്ടപ്പോൾ എന്തായാലും വാഹനം കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയും സ്കൂട്ടർ വന്ന് അവിടെ നിർത്തിയ കാര്യവും അയാൾ ദേഷ്യത്തോട് സംസാരിച്ച് ചെന്നപ്പോൾ ടീച്ചറിൻ്റെ മുഖം കണ്ട് ഒരു ജീവിത കഥ പോലെ തന്നെ അധ്യാപക ജീവിത കാലഘട്ടത്തിൽ ടീച്ചറിനുണ്ടായ ഒരു അനുഭവ കുറിപ്പാണ് ടീച്ചറിൻ്റെ ഈ അനുഭവക്കുറിപ്പിലൂടെ ഇന്ന് പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമ്മിണിയമ്മ ടീച്ചർ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകുവാൻ കൂടുതൽ എഴുത്തുകൾ ടീച്ചർ നിന്നുണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രൂപകൻ ഡോക്ടർ പ്രസന്നരായൻ സാറിനെ ക്ഷണിക്കുന്നു. ഇതുപോലുള്ള ഒരു പുസ്തക പ്രകാശനം മുമ്പ് നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ഏതാണ്ട് 85 വയസ്സോളം പ്രായമുള്ള 1940 ജനിച്ചതെന്ന് തോന്നുന്നു. 40 ജനിച്ചത്, ഞാൻ നോട്ട് ചെയ്തു. 1940 ഒരാൾ ഒരുപാട് വർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അതോടൊപ്പമുള്ള ജീവിതാനുഭവങ്ങളും ഒക്കെ നേടിയ ഒരാൾ ജീവിതത്തെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ എഴുതുമ്പോൾ തീർച്ചയായും വായനക്കാർ അത് ശ്രദ്ധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ടീച്ചറിനെ പോലെ തന്നെ സയൻസ് പഠിച്ച ആളാണ്
ടീച്ചർ കണക്കാണ് പഠിച്ചത്. പിന്നെ ആഴ്ചപതിപ്പിലും അതുപോലെ ബാലയുഗത്തിലും ഒക്കെ ഞാൻ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്. എന്തായാലും കുട്ടിക്കാലത്ത് ഇത്രമാത്രം സാഹിത്യ താല്പര്യം കാണിക്കുകയും പിന്നീട് വളരെ വർഷക്കാലം ഒന്നും എഴുതാതിരിക്കുകയും ഒരുപക്ഷെ എഴുതുന്നുണ്ടാവാം. ഒരു ധൈര്യം മാത്രം പറഞ്ഞാൽ അത് മറ്റാർക്കും ഇല്ലാത്തതാണ്. നമ്മുടെ നാട്ടിലത് വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വിദേശങ്ങളിൽ ഒരുപാടുണ്ട്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ജീവിതം കഴിഞ്ഞു, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കഴിഞ്ഞു എന്നാണ് പലരുടെയും ധാരണ. കാരണം ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ അതിനെ വികസിപ്പിക്കുകയും ചെയ്യുവാനുള്ള കഠിനമായ ശ്രമം എന്ന് പറയുന്നതൊരു സാധാരണ സംഭവമല്ല. ടീച്ചർ അവിടെ അടിസ്ഥാന പ്രമേയം മനുഷ്യബന്ധങ്ങളുടെ തകർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉലയുന്ന മനുഷ്യബന്ധങ്ങളുടെ തകർച്ച വലിയ എഴുത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രമേയമാണ്. ബന്ധങ്ങളുടെ തകർച്ച, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ഒരാളും അയൽവാസി തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഈ വലിയ വലിയ പ്രമേയങ്ങളാണ്. ഒരിടത്ത് സ്നേഹം കാണിക്കാത്ത മനുഷ്യർ, ഉത്തരവാദിത്വം നിർവഹിക്കാത്ത മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതമാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുന്നത്. മിസ്സിംഗ് ചൈൽഡ് എന്ന് പറയുന്ന ആദ്യ കഥ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട് വിട്ടു പോവുകയാണ്. വിഷ്ണു എന്നൊരു കുട്ടി വീട് വിട്ടു പോവുകയാണ്. ഓർത്തു പോകുന്നൻ കൊച്ചു ഗ്രാമത്തിലെ ഒരു പിടി നോവിൻ്റെ സുഖമുള്ളയാ നല്ല നാളുകൾ. കുട്ടിക്കുറുമ്പുള്ള കുട്ടികൾ, ഉറ്റ കൂട്ടുകാരൊത്തിരി, ഞങ്ങളേറെ കളിച്ചും രസിച്ചും നടന്ന കാലം. പണ്ടുണ്ടായിരുന്നവിടെ കൈത്തോടൊഴുകുന്ന പണയും തൊടികൾ. വളരെ സന്തോഷകരം. എല്ലാം വ്യത്യസ്തമാണ്. പുസ്തകം ഇപ്പോഴാണ് കിട്ടിയത്. നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയാമായിരുന്നു. അപ്പോൾ പുസ്തകത്തിൽ എന്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് വായിച്ചിട്ട് ഞാൻ ടീച്ചറിനെ വിളിക്കും, ഉറപ്പാ. അതുപോലെ ഒരു കുടിലിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, അവർക്ക് വള്ളം കളി കാണാൻ പോകണം. അവരുടെ സംഭാഷണം ഒരു കവിത രൂപത്തിലാക്കി. ശരിക്കും പറഞ്ഞാൽ കവിതയല്ല, നാടൻ പാട്ടാണ്. താനാരോ തന്നാരോ തന താനാരോ തന്ന കൊല്ലത്തു കായലിൽ വള്ളം കളിക്കിനി നാടുകളേറെയിൽ എൻ്റെ പൊന്നെ. താനാരോ തന്നാരോ തന താനാരോ തന്നാരോ വള്ളം കളിക്കുവാൻ ചുണ്ടൻ നിരക്കുമ്പോൾ ഇത്തിരി കാണുവാനേനു മോഹം. കൂടും കുടുക്കയും ഒക്കെയും പൂട്ടി വെച്ചോമന മക്കളെ കൊണ്ടുപോണം. സായിപ്പന്മാരെയും കുട്ടി മദാമയും നേരിട്ടെനിക്കൊന്നു കണ്ടിടണം. ഉദ്ഘാടനത്തിനായി എത്തുന്ന മന്ത്രിയുടെ വാക്കുകൾ നന്നായി കേട്ടിടണം. ലക്ഷക്കണക്കിന് ടൈറ്റിലുകളാണ് അവിടെ അണിനിരക്കുന്നത്. പുസ്തകം വായിക്കാത്തവർ പോലും, ഒരിക്കൽ പോലും പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവർ പോലും പുസ്തകോത്സവത്തിൽ വരാറുണ്ട്. പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കി അത്ഭുതത്തോടെ നോക്കിയിട്ട് പോകും. കയ്യിലെ പൈസ കൊടുത്ത് ഒരു പുസ്തകം വാങ്ങുന്ന ഒരാൾ മാത്രമേ പുസ്തകം വായിക്കുകയുള്ളൂ. വാർദ്ധക്യ പുരാണം. വാർദ്ധക്യമാപിനി എന്നധരത്തിലൻ വേവും താപവും തൊട്ടു നോക്കിടവേ ഓർമ്മതൻ പീഡികത്തിണ്ണയിൽ ഓമനി ചൂട്ടി വളർത്തിയ സ്വപ്നങ്ങളായിരം വേദനിപ്പിച്ചൂറിച്ചിരിക്കുന്നു വീണ്ടും. വാർദ്ധക്യമാപിനി എന്നധരത്തിലൻ വേവും താപവും തൊട്ടു നോക്കിടവേ അഴലുമായുടറുന്ന താൻ പറ്റ മക്കൾക്ക് തണലേകി ഉലയുന്ന അഭൗമമാം വിടപയും ആദിമന്ത്രത്തിന്റെ ബീജം ധരിച്ചവൾ ആദി തപസ്സിനുറവയായൊഴുകിയോൾ നിബിഡാന്തകാരത്തിൽ
ആദ്യം തിറഞ്ഞൊര നിറനിലാവായി വീണ പൊന്നിൻ കതിർത്തിരി. അതാണ് ഈ അമ്മ, അമ്മിണിയമ്മ. അമ്മിണിയമ്മ എന്ന മഹത്തായ സേവനമനുഷ്ഠിച്ച നമ്മുടെ കവയത്രി, എഴുത്തുകാരി, അല്ലെങ്കിൽ ആ കലയിലൂടെ രചനയിലൂടെ മുമ്പോട്ട് പോകുന്ന അമ്മ, അധ്യാപകരുടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഒരു സൂചന പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് അനുവാദം തരണം. അധ്യാപകരുടെ മാനസിക ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇന്നലെയും അഞ്ചാലുമൂടിൽ ഒരു അധ്യാപകൻ ശിക്ഷിക്കപ്പെട്ടു. വിത്ത് കൊതി പൂണ്ടലയും മർത്യരിലെത്തുകയില്ല സർവേശൻ, ചിത്തം നിത്യം വിശാലമെങ്കിൽ എത്തുമിരിക്കും സർവേശൻ. വിത്തക്കൊതി പൂണ്ടലയും മർത്യരിലെത്തുകയില്ല സർവേശൻ. പ്രഥമ അധ്യാപികയുടെ അനുഭവക്കുറിപ്പ് കവിതാ സമാഹാരവും പുസ്തകവും പ്രകാശനം ചെയ്ത ഗോവന്മേള പബ്ലിക്കേഷൻസിന്റെ ആദരിക്കുന്നു. ഒപ്പം നല്ലൊരു പെറ്റമ്മ അക്ഷരങ്ങൾ പോറ്റിക്കൊണ്ട്. ഇങ്ങനെയില്ല, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ചേറ്റിൻ മണം സഹിക്കവയ്യാതെ കസ്തൂരി മഞ്ഞൾ തേച്ചു പിടിപ്പിച്ചാമ്പൽ കുളത്തിൽ കൈപ്പടവിലിരുത്തി അക്കരെ തമ്പ്രാന്റെ തുറിച്ചുള്ള ഓട്ടം മാനം കവരും. ഈ രണ്ട് പുസ്തകം തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിലും അത് ഒരു കമ്പാർട്ട്മെന്റിനോട് തൊടുത്തു വെച്ചിരിക്കുന്ന ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്കുള്ള സഞ്ചാരമാണ്. കാരണം രണ്ടും അധ്യാപനവുമായി ബന്ധപ്പെട്ട, അധ്യാപകരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കഥയാണ്. സ്ഥലം നമുക്ക് കൃതികൾ എഴുതാം. വാർദ്ധക്യം എന്ന് പറയുന്നത് ഈ വർദ്ധിക്കുന്നതാണ്. നമ്മളെ അറിവ് വർദ്ധിക്കുന്നവനെയാണ് വൃദ്ധൻ എന്ന് പറയുന്നത്. അറിവ് വർദ്ധിക്കുന്നവനാണ് വൃദ്ധൻ. അത് 80 വയസ്സായാലും 90 വയസ്സായാലും എത്ര വയസ്സായാലും അവന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൃശ്യമാധ്യമങ്ങളുടെ ബാഹുല്യ പ്രഥമ ദൃഷ്ടിയ തന്നെ ആകർഷകരാക്കും വിധം ഈ പുസ്തകങ്ങളുടെ കവറുകൾ സുന്ദരമായ രൂപകൽപ്പന ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ ഈ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം നിർവഹിച്ച ശ്രീ കൊല്ലം മുഹമ്മദ് സാറിനോടുള്ള എൻ്റെ നിസ്സീമമായ ആദരവും കടപ്പാടും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എഴുതി ആ കൃതികളെ ധന്യമാക്കിയ ശ്രീ പാറശ്ശേരി സാറിനോടും കൃതികാരണം പോയി ചന്ദ്രബാബു സാറിനോടും ഞങ്ങൾക്ക് എല്ലാ ധാർമ്മിക പിന്തുണയും നൽകിയ ചന്ദ്രബാബു സാറിനോടും എനിക്കുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മന്ത്രിയുടെ സാന്നിധ്യത്തിലാണെങ്കിലും ഈ കൃത്യ ബാഹുല്യത്തിനിടയിൽ ഇവിടെ വന്ന് ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി ജെ ചിഞ്ചുറാണെ വളർത്തുന്നു. ഞാൻ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വണ്ടിയിൽ എത്തിച്ചിട്ടുണ്ട്.